ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നൈറ്റ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും രാവിലെയും ഉച്ചക്കും ഒക്കെ അല്ലേ കാണല്, ഇനി രാത്രിത്തെ ആ വീഡിയോസും പിന്നെ രാത്രി നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വല്യമ്മച്ചിൻ്റെ കയ്യിൽ ദിക്റ് ചെല്ലാൻ വേണ്ടിയിട്ടൊരു നമ്മുടെ ഈ ദസ്വിയാലൊക്കെ അതെപ്പോഴും വല്യമ്മച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അമ്മച്ചിൻ്റെ കൗണ്ടിങ് മെഷീനും ഉണ്ട്. അങ്ങനെ അവരവിടെ ഇരുന്നത് ചെല്ലട്ടെ എന്ന് വിചാരിച്ച് ഞാനാണ് ഇന്ന് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കയറി വരണം. കാരണം എപ്പോഴും നമ്മൾ ചോറ് തന്നെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി, ഓവർ വെറൈറ്റി ഒന്നുമില്ല, ഏറിപ്പോയ പത്തിരി അല്ലെങ്കിൽ പുട്ട്. അത് തന്നെ ഹൈസാപ്പിൻ്റെ പണി എന്താണെന്നുള്ളത് കുഞ്ഞിക്കാലത്തുള്ള, അതായത് കുട്ടിക്കാലത്തുള്ള വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അതാണ് ഹൈസാപ്പിൻ്റെ പരിപാടി കേട്ടോ. കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ടിരുന്നു പിന്നെ അവിടെ വെച്ചോളും. ഞാനിനി ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി തീയൊക്കെ മൂട്ടി സെറ്റാക്കി ഒക്കെ ഒന്ന് വരണം. അപ്പം പിന്നെ അതിന് വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിട്ടുപടി ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അവിടെ പുതർന്ന് കിടന്നാൽ പിന്നെ വേഗം ചുടാലോ എന്ന് വിചാരിച്ച്. ഇതാ ഇയാളാണ് മെയിൻ. ഇയാളെ കണ്ടുകൊണ്ടാണ് ഞാൻ ആ പുട്ടിൻ്റെ മേലെ കയറാൻ നോക്കിയത്. എന്താണെന്ന് വെച്ചാൽ പഴമുണ്ടല്ലോ, ഇനി ചിക്കനോ ബീഫോ ഒന്നും വേണ്ട. ഹൈസാണെങ്കിൽ അനങ്ങിയാൽ പിന്നെ ഫ്രിഡ്ജിൽ കയറുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അടിയൊക്കെ കൊടുത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാ കൊലയിൽ പൂച്ച എന്ന് പറഞ്ഞിട്ട് ഇതാ വലിയ ആളമാതിരി പൂച്ചനെ അടിക്കാൻ വേണ്ടി വരിക. ഇനി പൂച്ചനെ കണ്ടാൽ ഞാൻ തട്ടിക്കളയും എന്നൊക്കെയുള്ള ഓരോരോ രീതിക്കാണ് ഹൈസാപ്പ് വന്നത്. ഇങ്ങനെ വല്യമ്മച്ചി ഹൈസയൊക്കെ അങ്ങോട്ട് പോയി നോക്കുമ്പോഴേക്കും പൂച്ചൻ്റെ വൈക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അംഗം വെട്ട് തുടങ്ങാമെന്നുള്ള രീതിയിൽ ഞാൻ നേരെ അലമാരയുടെ അടുത്തേക്കാണ് വരുന്നത്. എന്തിനാന്നല്ലേ ഹൈസ പറഞ്ഞു എനിക്ക് പോപ്കോൺ വേണമെന്ന്. അപ്പോൾ നമ്മൾ പോപ്കോണൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് അലമാരിയാണ്. ഉമ്മച്ചിൻ്റെ എല്ലാ ഐറ്റംസും വെക്കുന്നതിൻ്റെ കൂടെ ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഫ്രിഡ്ജിൽ വെച്ച ഹൈസ ഒക്കെ പൊട്ടിച്ച് നാശമാക്കിയിട്ടാളും. അതുകൊണ്ട് നമ്മൾ വേഗം അലമാരയിലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെച്ച് ഇനി ഏതായാലും ബാർബിക്യൂവിന് ഫ്ലേവർ ഉള്ളതിൻ്റെ എടുക്കാം, ഒരു ടേസ്റ്റ് അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ തീയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. വല്യമ്മച്ചി എങ്ങോട്ടാണ് നോക്കുന്നത് നല്ലതായി പഴം കണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനാ വിഷമമെന്നല്ലേ, നിശാക്കാക്ക് തിന്നാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. അത് ഇപ്പോഴുള്ളത്. അവിടെ എന്തെങ്കിലും ഉണ്ടായാലും നിശാക്കാക്ക് വെച്ചിട്ടേ നമ്മൾ അങ്ങനെ കഴിക്കാറുള്ളൂ. ബാംഗ്ലൂരൊക്കെ അതിനോട് വേഗം വരുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇനി അടുത്തത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ പോപ്കോണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസക്ക് ദാഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നല്ല തണുപ്പും മഴയും ഒക്കെ ആയതുകൊണ്ട് എന്തായാലും അടുപ്പത്ത് അല്ലെങ്കിലും ഓൾറെഡി അവിടെ ഉണ്ടാവാറുണ്ട് ഒരു ചെമ്പ് നിറച്ചും വെള്ളം ഉണ്ടാവും. ഇനി ആരും പച്ചവെള്ളം അങ്ങനെ കുടിക്കേണ്ട, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര അസുഖവും അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ വേഗം നല്ല ചൂടുവെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പോപ്കോണിൻ്റെ സമയമാണ് കേട്ടോ. അതായത് കുറച്ചും കൂടിയൊക്കെ ലേറ്റ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടി വി ഒക്കെ തുറന്ന് കുട്ടികൾക്കും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാമെന്നുള്ളതൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഞാൻ പോപ്കോണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പൊട്ടിത്തെറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അധികം നമ്മൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കല്ലേ, കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാന്നുള്ള രീതിക്ക്. അങ്ങനെ ഞാനിതാ മൊത്തത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഹൈസക്ക് തന്നെ വല്യമ്മച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കണേ. പക്ഷെ ഭയങ്കര ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിന് പൊള്ളിയിട്ടില്ലേക്കും ആർക്കറിയാം. അങ്ങനെ നേരെ അമ്മച്ചിക്കാണ് കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ എല്ലാവരും കഴിക്കുമ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ബാർബിക്യൂവിൻ്റെ ഫ്ലേവറുള്ള ആ പൗഡർ ഒന്ന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്നൊക്കെ ഫിലിമൊക്കെ കാണുമ്പോൾ ഒക്കെ കഴിക്കുന്ന ആ ഒരു ഇതിൻ്റെ ഒരു സ്വീറ്റും സോൾട്ടും ഒരു സ്പൈസിയും ഒക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. മൊത്തത്തിൽ ഒരു അടിപൊളിയാണ്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഹൈസക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വല്യമ്മച്ചിൻ്റെ വായിലിട്ട് കൊടുത്തില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. അതാണ് അവളുടെ സന്തോഷം. എന്നാൽ പിന്നെ നടക്കട്ടെ. അപ്പം ഞാനിനി എന്ത് വിചാരിച്ചു, ഇനി വേഗം പെട്ടിൻ്റെ പണികളൊക്കെ തുടങ്ങാം. കാരണം ഏകദേശം സമയമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായാൽ നമുക്ക് ഈ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വേഗം ആ ചൂടോടെ തന്നെ കഴിക്കുകയും വേണം. അങ്ങനെ പിട്ടൊക്കെ റെഡിയായി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. കുട്ടീസിനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായി. ഇനി വേഗം ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. അതുകൊണ്ട് പിന്നെ ഈ മിഷുപ്പിയും ഹൈസയും കൂടി നേരെ അങ്ങേക്ക് നിന്നിട്ട് മിഷോളോടും റഫാനോട് സംസാരിക്കുക കേട്ടോ. ഈ ഒരു ജനലിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ 2 വീടുകൾ തമ്മിൽ. അപ്പോൾ അവിടെ നിന്ന് പഴമൊക്കെ എപ്പോഴും കാണുന്ന പഴമൊക്കെ പിന്നെയും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രാത്രിത്തെ ഫുഡ് നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു കുഞ്ഞ് പഞ്ചസാര ടീനൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാമല്ലേ, വേഗം കഴിക്കുക. അങ്ങനെ നല്ല ചൂട് വെള്ളവും പുട്ടും പഴവും പഞ്ചസാരയൊക്കെ കൂട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന മാതിരി ഡിന്നറിൻ്റെ ഒരു ടീമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വല്യമ്മച്ചി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മിഷുപ്പിയും എടുത്തു കഴിഞ്ഞ് ഇനി ഹൈസാപ്പൂന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടാസ്ക്കാണ്. ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഹൈസ അങ്ങനെ തന്നെ കഴിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ചൊക്കെ അവിടെയും കാണിച്ച് ഇവിടെയും കാണിച്ചെന്ന് പറഞ്ഞിട്ട് നടന്ന് ഇതിപ്പോൾ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. പൊതുവേ രാത്രിയെന്നോ പകലൊന്നും ഇല്ല കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങി കഴിക്കണമെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെ മിഷുപ്പി അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിലും പഞ്ചസാരയൊക്കെ ഇട്ടാൽ പിന്നെ എന്തും അടിപൊളിയാണല്ലോ.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മച്ചി അപ്പോഴേക്കും പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടീസിനാണ് ആദ്യം കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ കുട്ടീസും വലിയമ്മച്ചും ഓലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാനും ഇരുന്ന് എന്താണെന്ന് വെച്ചാൽ നിശാക്കായി ഞങ്ങളോട് ചോദിക്കുകയും ചെയ്ത് ഈ എപ്പോഴെങ്ങനെ ഈ രാത്രിയൊക്കെ നിങ്ങൾക്ക് പഴവും കൂട്ടി കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എപ്പോഴും ഈ ബീഫും ചിക്കനും അങ്ങനെയൊക്കെ തന്നെ ആയാൽ ഒരു വെറൈറ്റി വേണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കും പുട്ടും പഴമാണോ വെറൈറ്റി എന്ന്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഒരുപാട് വീടുകളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളും പിന്നെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇതാ ടേബിളൊക്കെ മൊത്തത്തിൽ വൃത്തിയാക്കി കിടന്നിട്ടുണ്ടായിരുന്നേ. ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം ഇനി പോയിട്ട് കുറച്ച് സമയം റെസ്റ്റ്, പിന്നെ കിടന്നുറങ്ങുക. അങ്ങനെ ഞാൻ പിന്നെയും മുറ്റത്തേക്കൊക്കെ വന്ന് നോക്കിയപ്പോൾ മഴക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ലാസ്റ്റ് കിച്ചണിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഉമ്മച്ച് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാനത്തേക്ക് വന്ന് ഇനി ഹൈസാപ്പൂനെ ഞാൻ മേലൊക്കെ കഴുകിച്ച് ഇനി നല്ല സുന്ദരി കുട്ടിയാക്കി ഉറങ്ങാൻ പോവാണെന്ന് നമ്മൾ പറയരുതല്ലോ. അങ്ങനെ ഇതാ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളും ഇനി എല്ലാവരും കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.